ഇന്ന് നവംബർ 27 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഇതുൾപ്പെടെ 11 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ ഈ വർഷത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ ദുൽഖറിന്റെ ലക്കി ഭാസ്കർ അപ്ഡേറ്റ് ആണ്. ചിത്രം കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ നവംബർ 28 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തേത് ഇന്ന് OTT റിലീസ് ചെയ്ത ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അപ്പോഴോ ഇപ്പോഴോ എപ്പോഴോ എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ തെലുഗു ഭാഷയിൽ മാത്രം OTT റിലീസ് ആയിരിക്കുകയാണ്. മൂന്നാമത്തേത് ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന സിക്കന്ദർ കാ മുക്കദ്ദർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിൽ തമന്ന ഭാട്ടിയ നായകവേഷത്തിലെത്തുന്നു. നവംബർ 29 സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആകുന്നതാണ്. അടുത്തതും ഒരു ഹിന്ദി കണ്ടന്റിന്റെ അപ്ഡേറ്റ് ആണ്. ഡിവോഴ്സ് കെ ലിയെ കുച്ച് ഭി കരേഗ എന്നാണ് സീരീസിന്റെ പേര്. C5 നാളെ അർദ്ധരാത്രി 12 മണിയോടെ നവംബർ 29 സീരീസ് ലഭ്യമാകുന്നതാണ്. തമിഴിൽ നിന്നും ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന സീരീസാണ് പാരച്യൂട്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ 29 സീരീസ് തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. ഈ ആഴ്ച മലയാളത്തിൽ നിന്നുകൂടി ഒരു സീരീസ് OTT റിലീസ് ചെയ്യുന്നു. അത് ഹെർ എന്ന സീരീസ് ആണ്. മനോരമ മാക്സിലൂടെ നാളെ അർദ്ധരാത്രി 12 മണിയോടെ നവംബർ 29 ഒരുപാട് നായികമാർ അഭിനയിക്കുന്ന സീരീസ് OTT റിലീസ് ചെയ്യും. ആന്തോളജി സീരീസ് കൂടിയാണ് ഹെർ. ലക്കി ഭാസ്കറിന് പുറമെ 2 തെലുഗു സിനിമകൾ കൂടി നാളെ OTT റിലീസ് ചെയ്യുന്നു. അതിലൊന്ന് വിക്കട്ട കവി എന്ന സിനിമയാണ്. ചിത്രം C5 തമിഴ്, തെലുഗു ഭാഷകളിൽ നവംബർ 28 OTT റിലീസ് ആകുന്നതാണ്. കഴിഞ്ഞ ആഴ്ച മലയാളത്തിൽ, കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്ത തെലുഗു സിനിമയാണ് കാ. സിനിമയും ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ നവംബർ 28 ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്യും. മറ്റു ഭാഷാ പതിപ്പുകൾ മറ്റ് OTT പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നു. അത് പാളയം FC എന്ന സിനിമയാണ്. ചിത്രത്തിൽ രാഹുൽ മാധവ് നായകനെ എത്തുന്നു. സൈന പ്ലേയിലൂടെ നവംബർ 29 സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ 10ാമത്തെ അപ്ഡേറ്റ് ബ്ലഡി ബഗർ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്നലത്തെ OTT അപ്ഡേറ്റിൽ പ്രേക്ഷകരെ അറിയിച്ചതാണ് ഈ ആഴ്ച അതല്ലെങ്കിൽ അടുത്ത ആഴ്ച കവിൻ നായകനെ എത്തിയ തമിഴ് സിനിമ OTT റിലീസ് ചെയ്യുമെന്ന്. ഇപ്പോഴത്തെ ഈ ആഴ്ച നവംബർ 29 തെൻകോട്ട OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ കൂടി സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തേത് ബ്രദർ എന്ന ജയം രവി നായകനെ എത്തിയ തമിഴ് ദീപാവലി ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. സിനിമയും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. C5 നാളെ അർദ്ധരാത്രി 12 മണിയോടെ നവംബർ 29 ബ്രദർ OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് സിനിമകൾ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. കാത്തിരിക്കാം സിനിമകളുടെ റിലീസിനായിട്ട്.